ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ഡേ മൊത്തമൊന്നുമില്ല, ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എൻ്റെയും ആദീൻ്റെയും ആഷിമോളുടെയും ഉച്ച വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ വീട്ടിൽ ആരുമില്ല, അച്ഛനും അമ്മയൊന്നുമില്ല, അവരൊക്കെ ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനും മക്കളും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രാവിലെ ആരും വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം രാവിലത്തെ പണികളിലേക്ക് കടക്കുകയാണ് കേട്ടോ. അമ്മയും അച്ഛനൊക്കെ മലയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ നോലുമ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് ദിവസം. അതുകൊണ്ട് രാവിലത്തെ കൂളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വേഗം പൂജാമുറിയിൽ വിളക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 6:30 6:45 ആയിട്ടുണ്ട്. ഇതൊരു ശനിയാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദിക്ക് സ്കൂളും ഇല്ല, പിന്നെ ആർക്കും തിരക്കുകളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് സാവധാനം പണികളൊക്കെ തീർത്താൽ മതി കേട്ടോ. പിന്നെ പൂജാമുറിയിൽ വിളക്കൊക്കെ വയ്ക്കുന്ന സാധാരണ അമ്മയാണ് കേട്ടോ അതൊക്കെ ചെയ്യൽ. പൂജാമുറിയിൽ രാവിലെയും വൈകിട്ടൊക്കെ വിളക്കൊക്കെ വയ്ക്കുന്നത് അമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ വയ്ക്കും കേട്ടോ. പിന്നെ അമ്മ ഇല്ലാത്ത സമയത്ത് എനിക്കും പറ്റാത്ത സമയത്താണെങ്കിൽ ഏട്ടനോ അല്ലെങ്കിൽ ആദ്യമോ ആണ് കേട്ടോ വിളക്കൊക്കെ കത്തിക്കൽ, രാവിലെയും വൈകിട്ടൊക്കെ. പിന്നെ ഞാൻ വേഗം പോയിട്ട് മുൻപിലെ വാതിലാട്ടോ തുറക്കുന്നത്. മുൻപിലെ വാതിലാണ് ആദ്യം തുറക്കുക, എന്നിട്ടാണ് അടുക്കള ഭാഗത്തെ ഡോറ് തുറക്കുക എന്നുള്ളത് അമ്മ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപിലെ വാതിൽ വേഗം തുറന്ന് പിന്നെ അടുക്കള ഭാഗത്തെ ഡോറും തുറന്ന് അടുക്കളയിലെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, അടുപ്പിലെ വെണ്ണീരൊക്കെ വാരി വെച്ചു കേട്ടോ. ഈ വെണ്ണീര് ഞങ്ങൾ വാരിയിട്ട് ഒരു ചാക്കിലൊക്കെ ആക്കി വെക്കും കേട്ടോ. നമ്മൾ തെങ്ങിനൊക്കെ ഇടണത് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചാക്കിലാക്കി വെക്കാറാണ്. വെണ്ണീരൊക്കെ വാരി കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ആയിട്ടുണ്ടേനി. അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടഞ്ഞു അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. എന്നിട്ട് വേഗം ഞാൻ എന്ത് ചെയ്തു, കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ചെറിയ അടുപ്പിൽ കൊണ്ട് വെക്കുന്നത്. നമ്മൾ ചോറിനുള്ള വെള്ളം ആകുമ്പോഴത്തേനും ആ വെള്ളം ജസ്റ്റ് കുറച്ച് ചൂടായിട്ടുണ്ടാവും. പിന്നെ അത് അടുപ്പത്തേക്ക് ചോറ് വെന്ത് കഴിഞ്ഞാൽ അടുപ്പത്തേക്ക് എടുത്ത് വെച്ച് തിളപ്പിച്ചാൽ മതിയല്ലോ. ആദ്യം തന്നെ ചോറിനുള്ള പണിയാണ് കേട്ടോ എടുക്കുക. നമ്മളെ പണി ഒക്കെ കഴിയുമ്പോഴത്തേന് ചോറായിക്കൊള്ളൂ. ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ വേണീറ്റ് വന്നാൽ ആദ്യം തന്നെ അടുപ്പിൽ ചോറിനുള്ള ആട്ട വയ്ക്കുക. അപ്പോൾ ഗ്യാസ് നല്ല കുറവായതുകൊണ്ട് എല്ലാം അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. അല്ലെങ്കിലും ചോറൊക്കെ അടുപ്പിൽ തന്നെയാണ് വെക്കാറ്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാം ഉണ്ടാക്കലും ഇപ്പോൾ ഗ്യാസ് കുറവായതുകൊണ്ട് തന്നെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കാറ്. കറികളായാലും എന്തും വേഗം വയ്ക്കുക ഇപ്പോൾ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ ഒന്ന് ചായക്ക് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ എടുത്ത് വേഗം കുഴച്ച് വെച്ചു കേട്ടോ. കുറച്ച് സമയം അതൊന്ന് സെറ്റാകാൻ വെക്കണമല്ലോ, വെള്ളമൊക്കെ കുടഞ്ഞുങ്ങാഞ്ഞ്. അങ്ങനെ ഞാൻ അത് വെള്ളമൊക്കെ കുടഞ്ഞുങ്ങാഞ്ഞ് വെച്ചു. പിന്നെ വേഗം തേങ്ങയൊക്കെ ചിരകി വെച്ചേ. രാവിലെ കുടിക്കാനുള്ള വെള്ളം ഞാൻ ഗ്യാസുമ്മൽ വെച്ച് തിളപ്പിക്കും കേട്ടോ. എന്നിട്ട് വേഗം അത് ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കും. പിന്നെ രാവിലെ 7 മണിയാകുമ്പോൾ ഏട്ടൻ ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കുപ്പിയിലും വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ ജിമ്മിൽ പോവാണ്. അത് കഴിഞ്ഞ് ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ വേഗം പോയി ഗേറ്റൊക്കെ അടച്ച്, കറിവേപ്പ് മരം അവിടെയാണുള്ളത്. അപ്പം ഞാൻ കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട് കറിയിലിടാനുള്ളത്. പിന്നെ വേഗം ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആശി എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവളെ സ്വഭാവം നന്നാക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അവളെ സ്വഭാവം നന്നാക്കിയതിൻ്റെ ശേഷം വേഗം അവളെ ബ്രഷൊക്കെ ചെയ്യിച്ച് പിന്നെ ഞാൻ വേഗം മുറ്റടിച്ചു തരാൻ നിന്നേ. മുറ്റടിച്ചു തരാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നാലും വേഗം അതിന് നിന്ന് ആഷിൻ്റെ പിന്നാലെ നടന്ന് പറയുന്നുണ്ട് അവളെ അടിച്ചേരിക്കോളാന്ന് പറയണേ. അവൾക്ക് ചൂല് കൊടുക്കാത്തതിന് അവൾ ബാക്കിൽ നടന്നുങ്ങാഞ്ഞ് കരയുന്നു, എന്തൊക്കെയോ എന്നെ കാട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടിച്ചേരിക്കോളാം, ഞാൻ ആക്കിക്കോളും എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞാൻ ചൂലൊന്നും കൊടുത്തിട്ടില്ല. അവളെ അടിച്ചുതരാൻ ഏൽപ്പിക്കാതെ ഞാൻ വേഗം എൻ്റെ പണി വേഗം തീർക്കുകയാണ് കേട്ടോ. മുറ്റടിച്ച് വന്നതിൻ്റെ ശേഷം വേഗം ഞാൻ ചോറിനുള്ള അരി അടുപ്പത്തിട്ടു കേട്ടോ. ആദ്യം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിലും കഴുകും കേട്ടോ. എന്നിട്ട് വേഗം അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം ഞാൻ ആ ചോറിൻ്റെ ചെമ്പ് ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സാമ്പാർ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാമ്പാറാകുമ്പോൾ രാവിലത്തെ പുട്ടിലേക്കും ഉച്ചയ്ക്കുള്ള ചോറിലേക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ വറക്കാനുള്ള ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളും അപ്പം തന്നെ ഞാൻ നന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി വേഗം ഒപ്പം കഴിഞ്ഞോളല്ലോ. പിന്നെ അടുപ്പത്തായതുകൊണ്ട് തന്നെ നമുക്ക് തീ കുറച്ച്, ഗ്യാസുമ്മലാണെങ്കിൽ നമുക്ക് സിമ്മിലൊക്കെ ഇട്ടുങ്ങാൻ
എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ഇത് അടുപ്പിലായതുകൊണ്ട് വേഗം അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് വേഗം ചെയ്ത് കൊടുക്കണമല്ലോ, മറ്റ് വേഗം കരിഞ്ഞു പോകൂലേ. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ വറുക്കാനുള്ളിടത്തുനിന്ന് തന്നെ വേഗം പച്ചക്കറിയൊക്കെ നന്നാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആഷിമോള് വന്നിട്ട് പറയണ ആൾ നന്നാക്കിക്കോളാം, ഉള്ളിയൊക്കെ നോക്ക് നന്നാക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ചേക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നന്നാക്കിക്കോളാം അമ്മേ എന്നൊക്കെ പറയണേ. ഞാൻ വേഗം പച്ചക്കറിയൊക്കെ നന്നാക്കിയതിന് ശേഷം വേഗം തേങ്ങ വറുക്കാൻ നിന്ന് കേട്ടോ. അവളുണ്ട് എൻ്റെ കൂടെ സഹായിക്കാൻ, ഉള്ളി എടുത്ത് തരാനൊക്കെ. തേങ്ങ ഞാൻ അടുപ്പത്ത് വെച്ച് വറുക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുക്കറിൽ പരിപ്പ് ഞാൻ ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ വറുക്കുന്നതിലേക്ക് മഞ്ഞപ്പൊടിയും ഉലുവയും ജീരകവും ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ തേങ്ങ വറുത്ത് പാകമായതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ തേങ്ങ കോരിയതിന് ശേഷം അതിലേക്ക് വഴുതനയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് ഉപ്പിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴുതനയും വെണ്ടയൊക്കെ വഴറ്റുന്ന സമയത്ത് ആദ്യം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓനായിട്ട് അവിടെ അങ്ങനെ ഓല് രണ്ടാളും പാടെ അടുപ്പിൻ്റെ അടുത്തുനിന്ന് വഴറ്റലും എന്നെ ഹെൽപ്പ് ചെയ്യലൊക്കെയാണ്. അങ്ങനെ വഴുതനയും വെണ്ടയൊക്കെ ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, ചോറിൻ്റെ ചെമ്പെടുത്ത് വീണ്ടും അടുപ്പിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് ചോറ് ആയിക്കോളല്ലോ. ആഷിമോൾ അവിടെ സ്റ്റൂൾമ കയറി നിൽക്കാട്ടെ അടുപ്പിൻ്റെ അടുത്ത്. പിന്നെ പരിപ്പായതിനു ശേഷം ഞാൻ അതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഗ്യാസുമ്മൽ വെച്ച് വിസിൽ വരുത്തുന്നുണ്ട്. കുക്കറിൽ വിസിലൊക്കെ വന്നതിന് ശേഷം പിന്നെ ഓഫാക്കി ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേന്ത്രപ്പഴം നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാൻ നിൽക്കാം കേട്ടോ, രാവിലത്തെ ചായയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പുട്ടിലേക്ക്. അങ്ങനെ അതൊന്ന് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പാനിൽ. അപ്പോഴത്തേന് തന്നെ ഞാൻ എന്ത് ചെയ്തു, തേങ്ങയൊക്കെ കലക്കിങ്ങാണ്ട് സാമ്പാറിൽ ഒഴിക്കുന്നുണ്ട്. കൂടുതൽ ഇനി സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്, കായപ്പൊടിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടപ്പോൾ തന്നെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയിലെ രാവിലത്തെ ചായപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏട്ടൻ ജിമ്മിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ വേഗം ഊറ്റി വെക്കുന്നുണ്ട്. ഏട്ടൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പാടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ചായ ഞങ്ങൾ നാലാളും ഒരുമിച്ചിരുന്നാട്ടാ കുടിക്കാറ്. അതുമാത്രമേ രാവിലെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഉണ്ടാവാറുള്ളൂ. പിന്നെയൊക്കെ ഏട്ടനൊന്നും ഉച്ചയ്ക്കും രാത്രിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ രാവിലത്തെ ചായ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാറ്. ഏട്ടനൊരു 9 മണി 9:15 ആകുമ്പോഴത്തേന് പോവാറുണ്ട്. അപ്പോഴത്തേന് ഞങ്ങൾ ചായ കുടിയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം വന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ നിന്നേ. അടുപ്പിലാണെങ്കിൽ നല്ല തീയും കത്തുന്നുണ്ട്. അപ്പോൾ ഈ പണി ഇപ്പം തന്നെ കഴിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞല്ലോ. മുരിങ്ങേൻ്റെ ഇല ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന്. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. തേങ്ങയും പച്ചമുളകും ഒക്കെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് താളി കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ അത് ഞാൻ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം ഞാൻ വേഗം എന്ത് ചെയ്തു, ആ ചീഞ്ചട്ടി എടുത്ത് കഴിഞ്ഞ് മറ്റേ അടുപ്പത്തേക്ക് വെച്ച് ചുക്കുവെള്ളത്തിൻ്റെ ചെമ്പ് ഞാൻ വേഗം കത്തുന്ന അടുപ്പിലേക്ക് വെച്ചേ. ആ ചീഞ്ചട്ടി ഞാൻ ചെറിയ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വെക്കാനൊന്നുമില്ല. അപ്പം ഞാൻ ഉപ്പേരി കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക്. പിന്നെ ആ അടുപ്പ് വെറുതെ കത്തല്ല. അപ്പം ഞാൻ ചീഞ്ചട്ടി ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചിട്ടതാണ് കേട്ടോ. അടുക്കളത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീൻ ആക്കിയാൽ മതി. ഒരാളവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകിയേക്കാൻ നിന്നു. അതിന് മുന്നേ ഞാൻ മോട്ടർ ഇട്ടു കേട്ടോ. മോട്ടർ ഇടാൻ എന്തെങ്കിലും വൈകിട്ടുണ്ടെങ്കിൽ അന്ന് രാവിലെ തന്നെ കറണ്ട് പോവും. പിന്നെ കിണറിന്ന് മുക്കി ഉണ്ടാക്കണം. കിണറാണെങ്കിൽ നല്ല ആഴമുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം മറന്നുപോയാൽ അന്ന് രാവിലെ തന്നെ കറണ്ട് പോകും. പിന്നെ വൈകിട്ടാണ് വരിക. ഒരു തുള്ളി വെള്ളം ടാങ്കിൽ ഉണ്ടാവാറില്ല. അപ്പം ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഞാൻ മോട്ടർ ഇട്ടതാണ്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ള പിന്നെ പണിയെ.
അടുക്കളയിലെ പണിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം ആദീനെയും ആശീനെയും കുളിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അത് കുളിപ്പിക്കാൻ വേണ്ടി എണ്ണ തേച്ച് കൊടുക്കുകയാണേ. എണ്ണയല്ല, അത് വെളിച്ചെണ്ണേന്റെ ലാസ്റ്റ് അടിഭാഗം വെളിച്ചെണ്ണ ആട്ടിയിട്ടുണ്ടാവുന്ന ലാസ്റ്റ് കീടം, അതാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അത് ഇവർക്ക് രണ്ടാക്കും തേച്ച് കൊടുക്കാറുണ്ട്. അവർക്ക് രണ്ടാക്കും അത് ഇഷ്ടാട്ടോ മേൽ തേക്കുന്നത്. എല്ലാ ദിവസമൊന്നും തേക്കാൻ കഴിയാറില്ല. ശനിയാഴ്ച പിന്നെ സ്കൂൾ ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ ശനിയാഴ്ചയാണ് കേട്ടോ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുറച്ചു നേരം നടത്താറുള്ളത്. അവര് അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചു നേരം അതായിട്ട് നിന്നോളൂ. പിന്നെ ചെരുപ്പൊക്കെ തേച്ച് കഴുകാൻ കേട്ടോ രണ്ടാളെയും. ആശി തേച്ച് കഴുകുന്നുണ്ട്. അവള് തേച്ച് കഴുകിയാൽ നന്നാവൊന്നുമില്ല, എന്നാലും അവളെ കൊണ്ട് തന്നെ ഞാൻ തേച്ച് കഴിപ്പിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവൾ തേച്ച് കഴുകി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാനൊന്ന് തേച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇത് രണ്ടാളും എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന സംഭവം കേട്ടോ. എല്ലാ ശനിയാഴ്ചയും ഇവരെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ, എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ. പിന്നെ രണ്ടാളെയും ഞാൻ എണ്ണ തേച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പുറത്തെ ബാത്റൂമിൽ നിന്ന് കേട്ടോ കുളിപ്പിക്കാറ്. അങ്ങനെ പുറത്തെ ബാത്റൂമിൽ നിന്ന് രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവളെ ഡ്രസ്സൊക്കെ ഇടിച്ച് മുടിയൊക്കെ ഈർന്ന് ജസ്റ്റ് ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്തോളാം, അവൾ ചെയ്തോളാന്നുള്ളതാണ് കേട്ടോ എന്നോട് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ വേഗം പോയി ഡൈനിങ് ഹാളും അകോ എല്ലായിടും അടിച്ചേരിയിടാണ് കേട്ടോ. ഇവരെ ഓരോന്ന് തിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടു കേട്ടോ. പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി തിന്നിട്ടാണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ആക്കിയിടും കേട്ടോ. പിന്നെ ഉറുമ്പ് വരാനോ തന്നെയാണ് പണി. സ്കൂളും കൂടി ഇല്ലല്ലോ, രണ്ടാളും ഓരോന്ന് പലഹാരങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തിന്ന് കൊണ്ടുപോയി ഇടും കേട്ടോ. അങ്ങനെ എന്നാലും ഞാൻ വേഗം എല്ലായിടും ഒന്ന് അടിച്ചേരിയിട്ടിട്ടുണ്ടേ. ഞാൻ പിന്നെ വേഗം ആദിക്കും ആശിക്കും അമൃതം പൊടിന്റെ കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണ്. അത് അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് അവർ കഴിച്ചോളൂ. അങ്ങനെ ഞാൻ വേഗം അതുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആശിൻ്റെ കൂടെ തന്നെ നിന്നുങ്ങാൻ അവളുണ്ടാക്കിക്കോളാം, ഞാൻ ഇളക്കിക്കോളാം എന്നൊക്കെയാണ് കേട്ടോ അവൾ പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വേഗം അത് ഉണ്ടാക്കി അവർക്ക് രണ്ടാൾക്കും കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. അമൃതം പൊടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വെച്ചിട്ട് ഞാൻ വേഗം വന്ന് ജസ്റ്റിന്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. അമൃതം പൊടി ഉണ്ടാക്കി കൊടുത്തതായിട്ട് ആശി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആദ്യൻ്റെത് കഴിച്ചാവാൻ ഞാൻ പോയിട്ടോ. ആശീൻ്റെതായിട്ട് അവളങ്ങനെ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ തീറ്റി കൊടുക്കണം എന്നുള്ളതായപ്പോൾ ഞാൻ വേഗം വന്ന് കോരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ വേഗം പാത്രം കഴുകി വെക്കാലോ, മറ്റേതായിട്ട് അങ്ങനെ ഇരിക്കും. തിരുമ്പാണ്ടായിരുന്നതൊക്കെ ഞാൻ ആദ്യം തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോത്തിന് അതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം വന്ന് അത് മുറ്റത്ത് അയലിൽ ആറിയിടാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ നല്ല വെയിലല്ലേ, നല്ല ചൂടും, പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഉച്ചവരെയുള്ള ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ സോഫയിൽ വന്നിരുന്ന് കുറച്ചു നേരം TV കാണും, അല്ലെങ്കിൽ ആദിൻ്റെയും ആശിൻ്റെയും കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കും, കളിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ വന്നിരിക്കുമ്പോൾ ആദിക്ക് കുറേ പരാതികൾ പറയണ്ടാവും. ആശിനെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി, ആശിക്കും ഉണ്ടാവും ആദിനെ അത് കാട്ടി എന്നൊക്കെ പറയാനുണ്ടാവും കേട്ടോ. അതൊക്കെ കേട്ടിരിക്കും. പിന്നെ ആശിമോൾ എന്തൊക്കെയോ പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട്. ഈ സമയത്ത് ചിലപ്പോൾ ഒരു അടിയൊക്കെ നടക്കും. അങ്ങനെ അടി നടന്ന് ലാസ്റ്റ് അത് എന്ത് ചെയ്യും, കരച്ചിലാവും. അങ്ങനെ കരച്ചിലിൻ്റെ അവസാനം ആശിമോൾ ഉറങ്ങും കേട്ടോ ഈ സമയമൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിൽ. പിന്നെ ഇപ്പോൾ അമൃതം പൊടി ഈ സമയത്ത് കഴിച്ചതുകൊണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉറങ്ങി നീറ്റിട്ടാവും കേട്ടോ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്